വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യദേശത്ത് നിന്ന് പോലും മഹാപണ്ഡിതന്മാർ കിതാബുകളുമായി എത്തിയിട്ടുണ്ട്. എന്താണ് തർക്കത്തിന് ആധാരം? ഒരു പണ്ഡിതൻ വന്നുകൊണ്ട് പറയുന്നു, ഞാൻ പ്രവാചകനാണ്, എന്നെ ദൈവം അയച്ചതാണ് എന്ന്. പണ്ഡിതന്മാർ അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തർക്കങ്ങൾ നീണ്ടുപോയി, ദിവസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ ഒരു കാളവണ്ടിക്കാരൻ തർക്കം നടക്കുന്ന സ്ഥലത്തിൻ്റെ അരികിലൂടെ പോയപ്പോൾ അവിടെ കൂടി നിന്നവരോട് ചോദിച്ചു, എന്താണ് ഇവിടെ ദിവസവും തർക്കം നടക്കുന്നത്? അവർ കാളവണ്ടിക്കാരനോട് പറഞ്ഞു, ഒരാൾ വന്നിട്ട് പറയുന്നു, ഞാൻ പ്രവാചകനാണ്, എന്നെ ദൈവം അയച്ചതാണ് എന്ന്. എന്നാൽ പണ്ഡിതന്മാർ അദ്ദേഹത്തെ അതിന് സാധ്യതയില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാളവണ്ടിക്കാരൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തോട് സംവദിക്കാം. കൂടി നിന്നവർ പരിഹാസഭാവേനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിനും ഒരു അവസരം കൊടുക്കാം, ചിലപ്പോൾ അദ്ദേഹം ഒരു വിദ്യാസമ്പന്നനായിരിക്കാം. പിറ്റേ ദിവസം പതിവ് പോലെ പ്രവാചകൻ എന്ന് വാദിക്കുന്ന ആൾ സ്റ്റേജിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇത്രയും ദിവസം ഞാൻ പ്രവാചകനാണ്, ദൈവം അയച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. ഇന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന്. സദസ്സിൽ നിന്നും ആ കാളവണ്ടിക്കാരൻ എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ടതും സദസ്സിൽ പരിഹാസവും പൊട്ടിച്ചിരിയും എല്ലാം ഉയർന്നു. ഇതൊന്നും നോക്കാതെ കാളവണ്ടിക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ വാദം? ഒന്നുകൂടി പറയൂ. പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന ആൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, എന്നെ ദൈവം അയച്ചതാണ് എന്ന്. കാളവണ്ടിക്കാരൻ തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ ഞാനാണ് ആ ദൈവം, ഞാൻ നിന്നെ അയച്ചിട്ടില്ല എന്ന്. തർക്കത്തിൻ്റെ മുന ഇത്രമാത്രമാണ്. സമയം കളയുന്ന തർക്കങ്ങളല്ല, മനുഷ്യന് ഉപകാരമുള്ള തർക്കങ്ങളാണ് നാം നടത്തേണ്ടത്.